ഒരു വ്യക്തി എന്റെ വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞതാണ്. എന്നെ വിളിച്ചു. ഘടകകക്ഷിയുടെ ഒരു നേതാവ്. വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തി പേര് പറയാൻ പഠിക്കുന്നില്ല. ഈ മാത്യു സ്റ്റീഫൻ എന്ന് പറയുന്ന പഴയ MLA ആണ്. 2 പ്രാവശ്യം എനിക്ക് MLA ആയിരുന്നു. അങ്ങേർക്ക് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു. ഉം. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരാളെ പുള്ളി അടുത്തയാളെ കാണാൻ പറഞ്ഞു. അടുത്ത ആളെടുത്ത് ചെന്നപ്പോൾ 2 കോടി രൂപ തന്നേക്കാൻ പറഞ്ഞു ഇടുക്കി സീറ്റിന്. അപ്പൊ പുള്ളി എന്ത് ചെയ്യും? പുള്ളി അവിടെ 2 കോടി രൂപ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് 5 കോടി കിട്ടും BJP നേതൃത്വം. ആ 5 കോടിയിൽ 3 തരുള്ളൂ, 2 ഞങ്ങൾ എടുക്കുന്നു. പോരെ, അങ്ങനെ കച്ചവടമാ. അപ്പം ഈ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യം BJP ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കാരണം കൊടുത്ത ഇങ്ങനെ ഇത് കൊണ്ട് ഘടകകക്ഷിയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? വിൽപ്പനയാണെങ്കിൽ അത് ശരിയല്ല. അത് വളരെ സീരിയസ് ആയിട്ട് BJPയുടെ നേതൃത്വം ആലോചിക്കേണ്ട പ്രശ്നമാണ്. പല ആലോചനയിലാണ് എന്ത് ചെയ്യണം ഇതിങ്ങനെ പോയാൽ. അത് ഇത്തവണ ഈ പത്തനംതിട്ട സീറ്റ് മാത്രം ഞാൻ സീറ്റ് ചോദിച്ചില്ല, എനിക്ക് സീറ്റ് തരികയും വേണ്ട. പക്ഷേ കേരളമായിട്ട് ബന്ധമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ, കേരളം അറിയുന്നയാളെ, പത്തനംതിട്ട അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ, ആ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെ തന്നെ അല്ലെങ്കിൽ ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ BJPക്ക് ഒരു വലിയ ഉയർത്തെഴുന്നേപ്പുണ്ടാകുമായിരുന്നു. ഈശോറി വേണമെന്നില്ല. അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഇത് എവിടെ പോയി നിൽക്കാൻ? എനിക്കൊരു കൂടിയവന് 20 കിട്ടിയാലും ഫലമില്ലല്ലോ. കാരണം അവിടെ കേന്ദ്രത്തിൽ പോയി ഗാന്ധി പ്രതിമ പോയി കൈപൊക്കിയിരിക്കാൻ എന്നല്ല വല്ല ഗുണമുണ്ടോ? അത് ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായം. വേറൊന്നും ഞാൻ പറയുന്നില്ല. അതായത് KSDC എന്തിനാ അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് കോടതി പോന്നേ? KSDC അന്വേഷിക്കാൻ പറഞ്ഞാലേ കോടതി പോകണ്ടേ? അപ്പൊ കള്ളത്തരം തെളിഞ്ഞില്ലേ KSDC കള്ളനാണ്? 40,000 കോടി രൂപ മോഷ്ടിക്കപ്പെട്ട ഇഷ്യൂ അത്. 1,72,00,000 അല്ല, 40,000 കോടി രൂപയുടെ കൊള്ളയാ.